ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ നിങ്ങൾക്ക് ഷുഗറിന് ഞാൻ എന്തൊക്കെ ഭക്ഷണമാണ് കഴിക്കുന്നത് എന്ന് കാണിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ 3 വിധത്തിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് തന്നെ 3 വിധത്തിലുള്ള സലാഡ് ഉണ്ടാക്കിയത് ഞാൻ കാണിച്ചു തന്നു. ഇനി അത് വെജിറ്റബിൾ ഫുള്ളായിട്ട് ഞാനൊരു ടേബിളിൽ ഒരു പ്ലേറ്റിൽ നിരത്തി അതിൽ നിന്ന് എടുത്തുകൊണ്ട് ഞാൻ ചെയ്യുന്നതും പിന്നെ അതിൽ നിന്ന് നിങ്ങൾക്ക് മാറ്റി മാറ്റി ചെയ്യാവുന്നതുമായ കാര്യങ്ങൾ, അത് അവനവൻ്റെ ടേസ്റ്റിനനുസരിച്ചും ചെയ്യാൻ പറ്റും. സംഗതികൾ എത്ര ഐറ്റംസ് നമുക്ക് ഭക്ഷിക്കാൻ കഴിയും ഞാൻ ഭക്ഷിച്ചു കൊണ്ടിരിക്കുന്നതിലാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ ഭക്ഷണം തിന്നുകൊണ്ടാണ് ഞാൻ കൺട്രോൾ ചെയ്തിട്ടുള്ളത്, അതാണ് നിങ്ങളെ അറിയിക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് ഉച്ചക്കത്തെ ഭക്ഷണമാണ്. എൻ്റെ ഉച്ചക്കത്തെ ഭക്ഷണത്തിൽ ഞാൻ ചേർത്തിട്ടുള്ളത് പിന്നെ മട്ടനുണ്ട്, സലാഡുണ്ട്. സലാഡ് ഞാൻ ഇന്ന് രാവിലെ നല്ലൊരു ബോൾ സലാഡ് കഴിച്ചത് കൊണ്ട് എനിക്ക് വിശപ്പ് കൂടുതലില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇപ്പോൾ ഉച്ചയ്ക്കുള്ള ഭക്ഷണം ഇത് മീൻ തോരൻ വെച്ചുങ്ങാണ്ടോ കറി വെച്ചുങ്ങാണ്ടോ ഫ്രൈ ചെയ്തുങ്ങാണ്ടോ നിങ്ങൾക്ക് ഏത് രൂപത്തിലും ഏത് മീനും കഴിക്കാം. നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത മീൻ എടുത്തുകൊണ്ട് കഴിക്കാം. ഒന്ന്. രണ്ടാമത്തത് സലാഡിൽ തക്കാളി ഉണ്ട്, കക്കരിക്ക ഉണ്ട്, ഉള്ളി ഉണ്ട്. എന്തും നിങ്ങൾക്ക് ഇഷ്ടമല്ല സലാഡാക്കിയിട്ട് കഴിക്കാം. എനിക്കിപ്പോൾ അതേ ആവശ്യമുള്ളൂ, അതുകൊണ്ട് ഞാൻ ഈ സലാഡാണ് കഴിക്കുന്നത്. ഇത് ഞാൻ കഴിക്കുന്നത് ഒരു രസത്തിന് വേണ്ടിയിട്ട് പാവലാണ്, കയ്പങ്ങ പാവൽ നല്ല അച്ചാറ് ടൈപ്പിൽ കഷ്ണം നല്ല തോരൻ വെച്ചിട്ടുണ്ട്, അതാണ് കഴിക്കുന്നത്. പിന്നെ ഞാൻ കഴിക്കുന്നത് രാഗി, ഒരു 1/2 കപ്പ് രാഗിൻ്റെ ഒരു അട ഉണ്ടാക്കിക്കാണ് 2 എണ്ണം. ഇതിനത് മതി. കാരണം എന്താ വെച്ചാൽ വിശപ്പടങ്ങാൻ ഇത് ധാരാളം മതി. അപ്പോൾ ഉച്ചക്കത്തെ ഭക്ഷണമാണിത്. ഇതിൽ നിങ്ങൾക്ക് ക്വാണ്ടിറ്റി കൂട്ടണം എന്നുണ്ടെങ്കിൽ സലാഡ് കൂടുതലായിട്ട് എടുക്കാം. പിന്നെ നിങ്ങൾ എന്താണോ ഇഷ്ടപ്പെടുന്നത്, ചിക്കൻ ആകട്ടെ, മട്ടൻ ആകട്ടെ, വേറെ എന്തെങ്കിലും ആകട്ടെ, ബീഫ് ആകട്ടെ, നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം അത് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ഇവിടെ എടുക്കാം. ഏത് മീനാകാം, വറുത്ത മീനാകാം, പൊരിച്ച മീനാകാം, ചിക്കൻ പൊരിച്ചതാകാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രൂപത്തിലുള്ള വെക്കേണ്ടത് മുഴുവൻ വെളിച്ചെണ്ണയിലാണ് മാത്രം. വെളിച്ചെണ്ണയിലാണ് നിങ്ങൾ മൊത്തം സാധനം ഉണ്ടാക്കേണ്ടത്. ഇതൊരു മാസം നമ്മൾ മരുന്നായിട്ട് ഭക്ഷിക്കേണ്ട സാധനമാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത്. ഒരു മാസം. പിന്നെ 2 അട. ഈ 2 അടനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പിന്നെ ദോശയായിട്ട് ചൂടാൻ പറ്റും, അപ്പമായിട്ട് ചൂടാൻ പറ്റും രാഗിൻ്റെ. അതേപോലെ തന്നെ പുട്ടായിട്ട് ചൂടാൻ പറ്റും, ഓട്സിൻ്റെ ഒരു പുട്ടായിട്ട് ചൂടാൻ പറ്റും, ഒരു കഷ്ണം. അപ്പം എത്ര കഷ്ണം കഴിച്ചിട്ടാണ് എത്ര കഷ്ണം കഴിക്കേണ്ടതെന്ന് ചോദിക്കാൻ പാടില്ല കേട്ടോ. ഇതൊരു വലിയൊരു ഭക്ഷണമാണ് ഉച്ചക്കത്തെ. കാരണം ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മളിപ്പോൾ ഈ പ്ലേറ്റിൽ വന്നത് നമ്മൾ ധാരാളം ഭക്ഷണം അടിച്ച് കയറ്റിയ കാരണത്താൽ രോഗി ആയതുകൊണ്ടാണ് നമ്മൾക്ക് ഈ അവസ്ഥ വന്നത്. ഇത് തന്നെ മരുന്ന് കൂടാതെ ഇത് കഴിക്കാനുള്ളൊരവസ്ഥ സൃഷ്ടാവ് നമുക്ക് തന്നിട്ടുണ്ടല്ലോ. ഇത് ഭക്ഷണമാണല്ലോ, അത് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾക്ക് ശീലമായ ഭക്ഷണം എന്താണെന്ന് ചോദിച്ചാൽ അരി ഭക്ഷണങ്ങളാണ് കേരളത്തിൽ നമുക്ക് ഏറ്റവും ശീലമായിട്ടുള്ളത്. ഇഡ്ഡലി, ദോശ, മസാല ദോശ, ഇങ്ങനത്തെ ഐറ്റംസ്, അപ്പം, പുട്ട്, ഇങ്ങനെയാണ് നമ്മൾ ശീലമായി പോകുന്നത്. കഞ്ഞി. അപ്പം അതൊന്നും നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, കണ്ടമാനം കയറ്റിയതുകൊണ്ട് രോഗി ആയതുകൊണ്ട് രോഗമുണ്ട് എന്ന ബോധ്യത്തോടു കൂടി വേണം ഇത് ചെയ്യാൻ. ഞാൻ ഇപ്പോൾ ഇത് മാത്രമല്ല, വേറെ ചപ്പാത്തിയും മറ്റേതൊക്കെ കഴിക്കലുണ്ട്. പക്ഷെ ഞാനിപ്പോൾ ഇവിടെ ചപ്പാത്തിയോ കാര്യങ്ങളോ വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങളും അത് ചെയ്യും. ചിലപ്പോൾ ചപ്പാത്തിയൊക്കെ എടുത്തുകൊണ്ട് വെച്ചുകൊണ്ട് അടിച്ച് കയറ്റി കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ച ഫലം കിട്ടൂല. എന്തുദ്ദേശിച്ച ഫലം? ഇപ്പം നമുക്ക് ഷുഗർ ഉണ്ട്, ആ ഷുഗർ മാറാനാണ് ഒരു മാസത്തെ ട്രെയിനിങ് ആണിത്, ഒരു മാസത്തെ മരുന്ന് ഭക്ഷണമാണിത്. ഭക്ഷണത്തിന് മരുന്നായിട്ടാണ് കഴിക്കണത്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ടേസ്റ്റേ ഉണ്ടാവുള്ളൂ. മാറണമെന്നില്ല ആഗ്രഹക്കാർ ഇങ്ങനെ ചെയ്യുക, മാറണ്ടെന്നില്ല ആഗ്രഹക്കാർ വയറ് നിറച്ച് വേണ്ടിയത് തിന്നുകാണ്ട് കരളിന് കൊഴുപ്പടിഞ്ഞുകാണ്ട് സ്ട്രോക്ക് ഉണ്ടാക്കുകയും അറ്റാക്ക് ഉണ്ടാക്കുകയും തലച്ചോറിന് സ്ട്രോക്ക് ഉണ്ടാക്കുകയും കൈകാലുകൾ കുഴഞ്ഞു പോണ അവസ്ഥയൊക്കെ ഈ കാരണം കൊണ്ടുണ്ട്, ഷുഗർ കൊണ്ട്. ഈ കൊളസ്ട്രോൾ അല്ല പ്രശ്നക്കാരൻ,
കൊളസ്ട്രോൾ അല്ല, ഷുഗർ ആണ് സ്ട്രോക്ക് ഉണ്ടാക്കുന്നത് എന്നാണ് പഠനങ്ങൾ മുഴുവനും പറയുന്നത്. നമ്മൾ പല കാര്യങ്ങളും എടുത്ത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. നമുക്ക് സ്വന്തം ബോധ്യമായി കഴിഞ്ഞാലാണ് നമ്മൾ ഈ വഴി തിരഞ്ഞെടുക്കുക. ഞാനതാണ് ധൈര്യമായിട്ട് ഈ വഴി തിരഞ്ഞെടുത്തത്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര മെച്ചമുണ്ട്. എൻ്റെ മെച്ചം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു. ഇത് സത്യസന്ധമായി കാണിച്ചു തരുന്നു. ഒരു മാസം നിങ്ങളിത് ട്രൈ ചെയ്തിട്ട് ഈ 2 ആഴ്ചയിൽ 10 ദിവസം 15 ദിവസം കൂടുമ്പോൾ രക്തം ചെക്ക് ചെയ്തിട്ട് നിങ്ങളിങ്ങനെ മുന്നോട്ട് പോവുക. ഒരു മാസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും നിങ്ങൾക്ക് അത് മാറി വരുന്നുണ്ടെന്നുണ്ട്. വാരി വലിച്ച് തിന്നരുത്. ഏറും ഈ അരി ഭക്ഷണങ്ങളും സാധനങ്ങളും പരമാവധി ഒഴിവാക്കുക. നല്ല രോഗമല്ലോ, ബ്ലഡ് ഷുഗർ കൂടുതലുള്ള ആൾ പ്രത്യേകിച്ചും ഇതെന്ത് ചെയ്യുക, ഒന്ന് തിന്നാൻ നോക്കുക, ഒരട തിന്നാൻ നോക്കുക, ഒരു ദോശ തിന്നാൻ നോക്കുക, ഒരു പുട്ടിൻ്റെ കഷ്ണം തിന്നാൻ നോക്കുക. എന്ത് പുട്ട്? അരിപ്പുട്ടല്ല, രാഗിൻ്റെ പുട്ട്. അപ്പോൾ ഇത്രയും കാര്യം തിന്നുമ്പോൾ തന്നെ വയറ് നിറയും. എന്നിട്ട് വയറ് നിറച്ച് നല്ല മേടിൻ ചുടുവെള്ളമോ പച്ചവെള്ളമോ എന്തും വേണമെങ്കിലും കുടിക്കാം. കോഫി കുടിക്കാം മധുരടാതെ. അത് ബട്ടർ കോഫി അല്ല കേട്ടോ. ബട്ടർ കോഫി നമ്മൾ രാവിലെ കുടിച്ചു കഴിഞ്ഞു പിന്നെ കുടിക്കരുത്. ബട്ടർ കോഫി നമ്മൾ രാവിലെ കുടിച്ചു കഴിഞ്ഞു, ഇനി ബട്ടർ കോഫി കുടിക്കരുത്. കോഫി കുടിക്കാം, ചായ കുടിക്കാം, പാലില്ല ചായ കുടിക്കാം, തൈര് കഴിക്കാം. പിന്നെ ഇടയ്ക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പാലക്കിൻ്റെ ഇല കിട്ടും. പാലക്കിൻ്റെ ഇല കിട്ടുകയാണെങ്കിൽ കുറച്ച് ഒരു ഗ്ലാസ് നിറച്ച് നിങ്ങൾക്ക് ജ്യൂസ് കുടിക്കാം പാലക്കിൻ്റെ. ആ പാലക്കിൻ്റെ ജ്യൂസിൽ എന്ത് ചെയ്യുക, ഒരു മാങ്ങൻ്റെ കഷ്ണമോ ഒരു ആപ്പിളിൻ്റെ കഷ്ണമോ ഇല്ലെങ്കിൽ എന്തേലും ചെറിയൊരു കഷ്ണം, ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്, മധുരമുള്ള ടേസ്റ്റ്, ഒരു ലേസം വേണ്ടല്ല അത് പിന്നെ പറയാം. കാരണം എന്താ വെച്ചാൽ അതൊക്കെ അടിച്ച് കയറ്റി ചിലപ്പോൾ പണി കിട്ടും. അപ്പോൾ പാലക്കിൻ്റെ ജ്യൂസ് കുടിക്കാം. നല്ല സാധനമാണ് പാലക്കിൻ്റെ ജ്യൂസ്. പാലക്കിൻ്റെ ജ്യൂസിൽ എന്ത് ചെയ്യാം, ലേസം നാരങ്ങ പിഴിയാം, ഒരു കഷ്ണം മാങ്ങ. ഇപ്പോൾ മാങ്ങക്കാലാണെങ്കിലോ മാങ്ങ തിന്നാനൊക്കെ പൂതി ഉണ്ടാകുമല്ലോ, ഒരു ചെറിയ കഷ്ണം മാങ്ങ ഇട്ട് കണ്ട് ജ്യൂസ് അടിച്ച് കണ്ട് കുടിച്ചാൽ വിശേഷമായി നല്ലതാണ്. എപ്പോൾ വേണമെങ്കിലും കുടിക്കാം. പിന്നെ എന്ത് ചെയ്യാം, പിന്നെന്താണ്, ഏറും കൂടുതൽ നിങ്ങൾ അസുഖം കൂടുതലുള്ള ആൾ എന്ത് ചെയ്യുക, മീൻ, ഇറച്ചി, കോഴി, മട്ടന് ഇങ്ങനത്തെ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കൂടുതലായിട്ട് ഇവിടെ കൂട്ടി വെച്ചിട്ട് അധിക സലാഡ് കൂട്ടി കുറച്ച് ഉപ്പേരി കൂട്ടിയിട്ട് അങ്ങനെ കഴിച്ചാൽ അത് ഫുള്ളാകും. ഒരട എടുത്താൽ മതി, വേണമെന്നുണ്ടെങ്കിൽ 2 അട. അപ്പം മാറിക്കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പിന്നെ എന്ത് ചെയ്യുക, 1 അട 2 അടയൊക്കെ കഴിക്കാൻ പറ്റും. അപ്പം ആർത്തി കാണിക്കാതെ അസുഖം മാറാനാണ് എന്നുള്ള നിലക്ക് ആ അടനെ ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ അട ഒഴിവാക്കുക. ഒരു മാസം കഴിഞ്ഞിട്ട് നിങ്ങൾ 1 അട 2 അട ഒരു കഷ്ണം പുട്ടോ അധികം ആഡ് ചെയ്യുക. അങ്ങനെ പോണതിനനുസരിച്ച് എന്ത് സംഭവിക്കും, നല്ല മാറ്റം ഉണ്ടാവും. ആ മാറ്റം ഉണ്ടാകുന്നതോട് കൂടി പിന്നെ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ അനുഭവത്തിലൂടെ മറ്റുള്ളവർക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കും. അതാണ് നമുക്ക് വേണ്ടത്. മറ്റേത് നമ്മൾ യൂട്യൂബിൽ നിന്ന് തിന്നാത്തിയും അസുഖമില്ലാത്ത ആൾക്കാരും പലതും പറയുമ്പോൾ അത് എങ്ങനെ തിന്നുക, എങ്ങനെ ആയിരിക്കും നമുക്കറിയില്ല. അപ്പോൾ അങ്ങനെ ചെയ്തു പോകും. അതുകൊണ്ട് ഉച്ചക്കത്തെ എൻ്റെ ഭക്ഷണം ഞാൻ കാണിച്ചു തന്നു. ഇതിൽ ഞാൻ ചപ്പാത്തി ആഡ് ചെയ്യലുണ്ട്, ലേശം ചോറ് ആഡ് ചെയ്യലുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. അത് ഞാൻ ഇപ്പോൾ ഇവിടെ കാണിക്കാത്ത എന്താണെന്ന് വെച്ചാൽ, ഞാൻ അതിവിടെ കാണിച്ചാൽ ഇതിൻ്റെ വീഡിയോ കാണുന്ന ഏതെങ്കിലും സഹോദരൻ അത് അതേപോലെ തിന്നാൻ തോന്നിയാൽ തിന്നും. പിന്നെ നമ്മൾക്ക് ഈ പറഞ്ഞ റിസൾട്ട് കിട്ടൂല, അപ്പം നിരാശ വരും. അപ്പം നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്, രോഗമാണ്, മരുന്നാണ് ഞാൻ കഴിക്കുന്നത്, വയറ് നിറച്ച് മരുന്ന് കഴിക്കുകയാണ്. ഇതിന് ശേഷം നിങ്ങൾക്ക് ദാഹിക്കണതിനനുസരിച്ച് യഥേഷ്ടം വെള്ളം കുടിക്കാം, നിങ്ങൾക്ക് ആവശ്യം. അപ്പം തന്നെ വയറ് നിറഞ്ഞു. ഓക്കെ. പിന്നെ പൈസക്കാരാണെന്നുണ്ടെങ്കിൽ അത് ഇങ്ങനെ തന്നെ പറയാൻ കാരണം എന്താ വെച്ചാൽ പാവങ്ങളും ഉണ്ട് നമ്മുടെ നാട്ടിൽ. എല്ലാവരും പൈസക്കാരല്ലല്ലോ. എല്ലാവർക്കും, പാവങ്ങൾക്കും പണക്കാർക്കും ഒക്കെ ഈ അസുഖമുണ്ട്. പണക്കാർക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കുറച്ച് ബദാമും വാൾനട്ടും ഇതിൻ്റെ കൂടെ കുറച്ച് കഴിച്ചെന്ന് വെച്ചാൽ കുഴപ്പമില്ല. ബദാമും ഇത് കഴിക്കുന്നതോട് കൂട്ടിയിട്ട് വിശപ്പ് ഒന്നും കൂടി അടയും, നിൽക്കും. പാവങ്ങൾക്ക്, എല്ലാ സാധുക്കൾക്കും ഞാൻ ആരെയും ആക്ഷേപിച്ച് പറയില്ല. എനിക്കറിയാം എത്ര റുപ്യാണ് അതിന് വരിക എന്നുള്ളത്. എല്ലാവർക്കും കഴിക്കാൻ കഴിയില്ല. പക്ഷെ അങ്ങനെ വരികയാണെങ്കിലോ വാങ്ങാൻ കഴിയുകയാണെങ്കിലോ 1 മാസക്കാലം പറ്റുന്നുണ്ടെങ്കിൽ
ഒരു 100 ഗ്രാം മേടിച്ച് കഴിഞ്ഞാൽ ഒരു 4-5 ദിവസത്തിന് കഴിക്കാണ്ടാവും, സാധാരണക്കാരനും കഴിക്കാണ്ടാവും. ഒരു 1000-1500 റുപ്യേൻ്റെ മരുന്നാണ് ഒരു ഡോക്ടർ എഴുതി തരുന്നുണ്ടെങ്കിൽ നമ്മളത് മേടിക്കുമല്ലോ. അത് മേടിക്കുമല്ലോ. അത് മാത്രം ചിന്തിക്കുക, ഒരു മരുന്നാണ് കഴിക്കുന്നത്. അപ്പം കുറച്ച് അത്യാവശ്യത്തിന് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ര മട്ടനോ ചിക്കനോ കോഴിയോ എന്ത് വേണമെങ്കിലും കഴിക്കാം. വരട്ടി ഉണ്ടാക്കുകയാണെങ്കിൽ വെളിച്ചെണ്ണയിൽ, പൊരിക്കുകയാണെങ്കിൽ വെളിച്ചെണ്ണയിൽ. അപ്പോൾ വെളിച്ചെണ്ണ, ബട്ടറ്, ഒലീവ് ഓയിൽ, ഈ 3 സാധനം നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. അതിലേറ്റവും നല്ലത് നമ്മൾ ആട്ടിയ ശുദ്ധമായ വെളിച്ചെണ്ണ, കടയിൽ നിന്ന് കിട്ടണമല്ല. കടയിൽ നിന്ന് കിട്ടണത് പല റേറ്റിലും പല ഇതിലൊക്കെ കിട്ടണത് എന്തൊക്കെ മിക്സ് ചെയ്തിട്ട് നമുക്കറിയില്ല. അതുകൊണ്ട് നമ്മളെ നാട്ടിൽ തന്നെ തേങ്ങ വാങ്ങാൻ കിട്ടുക. തേങ്ങ വാങ്ങിക്കൊണ്ട് ആട്ടിങ്ങാണ്ട് രോഗിൻ്റെ വീട്ടിൽ രോഗിക്കായിട്ട് മരുന്ന് വെക്കുന്നത് പോലെ വെളിച്ചെണ്ണ വെക്കുക, ബട്ടർ വെക്കുക. അതാർക്ക്? രോഗിക്ക്. രോഗി ശരിയായി കഴിഞ്ഞാൽ ബാക്കിയുള്ളവരും അത് ശീലാകുക. കാരണം ഇതിനൊക്കെ സമ്പത്തും നല്ല ഘടകമാണ്. അപ്പം ഇത് പറയുമ്പം എല്ലാവർക്കും എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ലായിരുന്നു. എങ്ങനെ പഠിച്ചോനെ ഇതൊക്കെ എങ്ങനെ തിന്ന് കഴിയാന്നുള്ളത്. പിന്നെ അത് മാറിയതിന് ശേഷം ഞാൻ എന്ത് ചെയ്യും? ബ്ലഡ് ചെക്ക് ചെയ്യും. ഒരു മാസത്തിൽ ബ്ലഡ് ചെക്ക് ചെയ്യും. ബ്ലഡിൻ്റെ കൺട്രോൾ എങ്ങനെ നോക്കുക. അതിനനുസരിച്ച് പൂതില്ല ആഗ്രഹങ്ങളൊന്നും ഇങ്ങനെ ലേശം കൂട്ടിയാണ്ട് കഴിക്കും. വീണ്ടും ഒരു മാസം കഴിഞ്ഞാൽ വീണ്ടും ഞാൻ ചെക്ക് ചെയ്യും. അപ്പം ഞാൻ അതിനെങ്ങനെ കൺട്രോൾ ചെയ്ത് പോരുകയാണ്. അപ്പം നിങ്ങളും അത് ചെയ്യണം. പക്ഷേ തുടക്കത്തിൽ തന്നെ കൂടുതലുള്ള ആൾ ഇങ്ങനെ കൺട്രോൾ ചെയ്യാൻ നിൽക്കരുത്. തുടക്കത്തിലുള്ള ആൾ ഒരു മാസം നേരെ ഇതിനെ മരുന്നാക്കിയിട്ട് അതിനെ മാറ്റാൻ വേണ്ടി ശ്രമിക്കുക. ഒരു മാസം കൊണ്ട് നിങ്ങളെ ശരീരത്തിൽ നിന്ന് പരമാവധി ഗ്ലൂക്കോസ് പോയിട്ടുണ്ടാവും. പിന്നെ ഗ്ലൂക്കോസ് ഉണ്ടാകും, കരളിലും അവിടെ ഇവിടെ ഒക്കെ അടഞ്ഞ് കിടക്കുന്നുണ്ടാവും ഗ്ലൂക്കോസ്. പിന്നെ അതൊക്കെ എന്ത് ചെയ്യും? നമ്മൾ ഈ ഭക്ഷണ രീതി കൊണ്ട് അതിനെ വലിച്ചെടുത്ത് അതിനെ തീർക്കും. അപ്പം നമ്മൾ കൂടുതൽ കാർബോഹൈഡ്രേറ്റ് കൊടുത്താൽ വീണ്ടും എന്ത് ചെയ്യും? നമുക്ക് ഗ്ലൂക്കോസ് നമ്മുടെ ശരീരത്തിൽ നിന്ന് മുഴുവൻ പോകില്ല. അതാണ് ഞാൻ മനസ്സിലാക്കിയത്. ഞാനൊരു ഡോക്ടർ അല്ലാത്തതുകൊണ്ട് ഡോക്ടർമാർ പറയുന്ന പോലെ എനിക്ക് പറഞ്ഞു തരാൻ കഴിയൂല. അങ്ങനെ ഒരു ഡോക്ടറായിട്ട് എൻ്റെ അസുഖം മാറിയിട്ട് എനിക്ക് ജീവിക്കാനും കഴിയില്ല. അപ്പം ഇന്നെപ്പോലത്തെ സാധാരണക്കാരനായ ആളുകൾ ചെയ്യേണ്ട കാര്യം ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഞാനിങ്ങനെ ചെയ്തതുകൊണ്ട് എൻ്റെ മാറി റിസൾട്ട് ആർക്കും കാണിച്ചു തന്നു. ഇനി നിങ്ങൾ ഇതേപോലെ ചെയ്തിട്ട് നിങ്ങൾക്കത് മാറുകയാണ് എങ്കിൽ നിങ്ങളാണ് പിന്നെ ഇന്നെപ്പോലെ നിങ്ങൾ മറ്റുള്ളവർക്ക് പ്രചാരണം ചെയ്യേണ്ടത് സത്യസന്ധമായി. അപ്പം ഞാൻ നിർത്തുന്നു. രാത്രി ഞാൻ കഴിക്കണത് രാത്രി ഞാൻ ഇതിൻ്റെ പുറകിൽ വിടും. അതുകൊണ്ട് അതുവരെ നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടു. ഇടയിൽ സംസാരം കൂടുന്നത് എന്താണെന്ന് വെച്ചാൽ ചില കാര്യങ്ങൾ നമ്മൾ പറയേണ്ടത് പറയാതെ വെറുതെ ഇങ്ങനെ കാണിച്ചു തന്നിട്ട് കാര്യമില്ല. ഇതിൽ കാണുന്ന ആൾക്കാർ ആവശ്യക്കാർ കാണും, ആവശ്യക്കാരല്ലാത്തവർ ഇത് അടിച്ചു പോകും. അത് കുഴപ്പമൊന്നുമില്ല. ആവശ്യക്കാർക്കുള്ളതാണിത്. ഇത് ഷുഗർ രോഗികൾക്കുള്ളതാണിത്. അല്ലാതെ സാധാരണ രോഗമില്ലാത്ത ഒരാളിത് കാണണം നിർബന്ധമൊന്നുമില്ല. പക്ഷെ അത് കണ്ട് മനസ്സിലാക്കിയിട്ട് അവരുടെ വീട്ടിലോ കുടുംബത്തിലോ സുഹൃത്തിനോ ഉണ്ടെങ്കിൽ അവർ കണ്ടിട്ട് അയച്ചു കൊടുക്കുകയാണെങ്കിൽ അത് മറ്റുള്ളവർക്കൊരു ഗുണമാകും. ഇത്രയും ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ഞാനിവിടെ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഇനി ഞാൻ രാത്രിക്കത്തെ ഭക്ഷണം കഴിക്കണത് ഇട്ടിട്ട് ഞാൻ എന്ത് ചെയ്യും? അത് വീഡിയോ ആയിട്ട് അയച്ചു തരും. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യും? മൊത്തത്തിൽ കഴിക്കേണ്ട സാധനങ്ങൾ ഒരു പ്ലേറ്റിൽ വെച്ചിട്ട് ഇന്ന സമയത്ത് ഇന്നത് ഞാൻ പറഞ്ഞു തരും. പിന്നെ കഴിക്കാതിരിക്കേണ്ട സാധനം ഞാൻ പ്രത്യേകമായിട്ട് ഒരു നോട്ടാക്കി തരും. തീരെ തൊടാൻ പറ്റാത്തത്, ഒരു മാസക്കാലം തീർച്ചയായിട്ടും തൊടാൻ പറ്റാത്തത്. അതിനുശേഷം പിന്നെ നിങ്ങളെ ഇഷ്ടമാണ്. ഓക്കെ, എൻ്റെ വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദി. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് എത്തിക്കുക. നല്ലൊരു ഇൻഫർമേഷനാണ്. അതുകൊണ്ട് ഇതിനെ പാഴാക്കി കളയരുത്. എല്ലാവർക്കും സൃഷ്ടാവിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ.